റൂബി ഇങ്ങോട്ട് വാ. എന്താ താത്ത? ഞാൻ ഉമ്മയും ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഇവിടെ ആരെങ്കിലും വന്നാ? ഏതോ ഒരു താത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നീ എവിടെയായിരുന്നു? അപ്പൊ ഞാൻ അളിയന്റെ റൂമിലായിരുന്നു. അളിയന്റെ റൂമിലാ? എന്തിന്? അളിയനിക്ക് വയറുവേദനയായിരുന്നല്ലോ. അപ്പൊ എന്നെ കൊണ്ട് പറഞ്ഞു ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി വെച്ചിട്ടായിരുന്നു നാരങ്ങ വീണ് തരാന്. അപ്പൊ ഞാനത് വെച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കാപ്പി അവിടെ വെച്ചിട്ട് തിരിച്ചു വരുമ്പോ ഡോറ് തുറക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ ഡോറ് ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ നേരം അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ ആ താത്തയാണ് റൂം തുറന്നു തന്നത്. ഞാൻ അവരെ കൊണ്ട് സംസാരിക്കാനൊന്നും നിന്നില്ല. അത്ര തന്നെ. അപ്പൊ അതാണ് കാര്യല്ലേ? അല്ല, നാത്തും പറഞ്ഞേ നിന്നെ ഇക്കാനെയും കൂടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആ താത്ത കണ്ടു, ആ താത്ത തെറ്റിദ്ധരിച്ചെന്നൊക്കെ. എന്നിട്ട് നിന്നെ ഇക്കാനെയും കുറിച്ചിട്ട് എന്തോ ഇല്ലാത്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നാത്തൂന്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ താത്ത ഞാൻ നീ എന്തിനാ എനിക്ക് പേടിക്കുന്നത്? ഞാൻ നിന്നെ കൊണ്ട് വെറുതെ ചോദിച്ചതെന്ന് മാത്രം. എനിക്ക് നിന്നെ അറിയില്ലേ? നീ എന്റെ അനിയത്തിയല്ലേ? അതുപോലെ തന്നെ ഇക്കാനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളെ സംശയിക്കുവോ? നീ ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്കറിയാലോ നാത്തൂന്റെ സ്വഭാവം. എന്തോ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതാണ്, വേറൊന്നുമില്ല. ഓഹോ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെയും താത്താനെയും തെറ്റിക്കാൻ നോക്കുകയാണല്ലേ? അപ്പൊ ജ്യൂസ് തന്നത് അളിയനിക്ക് ജ്യൂസ് കൊടുത്തിട്ടാണല്ലോ വയറ് വേദനിച്ചത്. അത് എൻ്റെ കയ്യിൽ തന്നതും അവരാണല്ലോ. ചോദിക്കട്ടെ. അളിയനിക്ക് ഞാൻ ജ്യൂസ് തന്നില്ലേ? അത് അളിയൻ ചോദിച്ചിട്ടാണോ താത്ത ഉണ്ടാക്കിയത്? ഞാനൊന്നും ചോദിച്ചതല്ല. അത് നീ കൊണ്ടു തന്നപ്പോ ഞാൻ കുടിച്ചു, അത്ര തന്നെ. അപ്പൊ കാര്യം മനസ്സിലായി. എന്താണ്? എനിക്കത് തന്നുവിട്ടതേ നിങ്ങളുടെ പെങ്ങളാണ്. അളിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കുന്ന് പറഞ്ഞിട്ട് തന്നുവിട്ടതാണ്. ഇപ്പൊ കാര്യം മനസ്സിലായി. നിങ്ങളുടെ വയറിളക്കാനേ എന്തെങ്കിലും കറക്കി തന്നിട്ടുണ്ടാവും നിങ്ങളുടെ താത്ത. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് എന്താ വിശ്വസിച്ച് കഴിക്കുക? വീട്ടിലും കൂടി പണി ചെയ്യില്ല ഞാൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പണി ചെയ്യേണ്ട അവസ്ഥയാണ്. വേഗം കാര്യങ്ങളൊക്കെ നടന്നാൽ മതിയായിരുന്നു. എന്നാ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാലോ. വെറുതെ ഈ പണിക്കാരിയും പണിക്കാരിന്റെ അനിയത്തിക്കൊക്കെ തിന്നാണ്ടാക്കി കൊടുത്തിട്ട് നാളെ മാനം കേടുണ്ട്. വേഗം വിചാരിച്ച കാര്യമൊക്കെ നടത്തിയിട്ട് വേഗം ഇവിടെ നിന്ന് പോകണം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഈ വീട്ടിലത്തെ? അളിയനിക്കോ താത്താക്കോ അങ്ങനെ ആർക്കെങ്കിലും? എന്ത്? അല്ല, അന്ന് തന്നില്ലേ ജ്യൂസ് അളിയനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? അതുപോലെ എന്തെങ്കിലും. ഈ പ്രാവശ്യം വയറിളക്കം മാത്രം ആക്കണ്ട, വേറെ എന്തെങ്കിലും കനത്തിലായിക്കോട്ടെ. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഞാൻ തന്നെ കൊടുക്കാം. എന്താ വേണ്ട നീ പറയണത്? അതിന് ഞാൻ ജ്യൂസ് മിണ്ടരുത്. എന്തെങ്കിലും തരികയുടെ പ്ലാനുകൾ മനസ്സിലുണ്ടെങ്കിലേ അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി. എന്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട, മനസ്സിലാകണ്ട. ഞാനേ താത്തയല്ല. താത്ത വേണമെങ്കിൽ നിങ്ങളെ പേടിച്ച് നിൽക്കായിരിക്കും. എന്നെ അതിന് കിട്ടില്ല, മനസ്സിലാകണ്ട. അതുകൊണ്ട് എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ അത് കൈ വെച്ചാൽ മതി. എൻ്റെ മനസ്സിൽ അന്ന് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ താത്ത വന്നിട്ട് എനിക്ക് വാതിൽ തുറന്നു തന്നതെന്ന്. എന്നെ അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് നിങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? എന്നിട്ടിപ്പോൾ അറിയാത്ത പോലെ നടക്കുകയാണല്ലേ? അളിയനെ എന്നെയും ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കാൻ. എന്താ അവിടെ രണ്ടുപേരും നല്ല സംസാരത്തിലാണല്ലോ. ഒന്നുമില്ല. ഇന്നെന്താ കറി വെക്കാന്ന് ചോദിക്കായിരുന്നു അല്ലേ? അതെ. എന്നാ പിന്നെ രണ്ടുപേരും കൂടി ഒപ്പം തീരുമാനിച്ചിട്ടേ എന്തെങ്കിലും വെക്കി. എന്തായാലും മരുമകളുടെ അനിയത്തി കുഴപ്പമില്ല. നോക്ക്, എന്നേക്കുമായിട്ടേ ഈ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കണ്ടെങ്കിലേ മര്യാദയ്ക്ക് മിണ്ടാണ്ടിരുന്നോ. എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, മനസ്സിലാവണ്ട. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഈ വീട്ടിൽ കാല് വിട്ട് നിൽക്കില്ല. അതിനുള്ള പരിപാടി എനിക്കറിയാം. എന്നെ എന്റെ താത്താനെയും കൂടിയിട്ട് തെറ്റിപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വിവരം അറിയും നിങ്ങള്. ഇവള് വിചാരിച്ച പോലെയല്ലോ, വളഞ്ഞ വിത്താണ് തോന്നുന്നുണ്ട്. നോക്കിന്ന് ഞാൻ അങ്ങോട്ട് വന്നാലോ? നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല ആ പണിക്കാരന്റെ അനിയത്തി. വളഞ്ഞ വിത്താണ്. ഞാനാണ് ജ്യൂസിൽ കലക്കി കൊടുത്തതെന്ന് ആ പെണ്ണ് കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നിട്ട് എന്നെ കൊണ്ട് വന്ന് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് നീ സമ്മതിച്ചാ? ഒരിക്കലും സമ്മതിച്ചു കൊടുക്കണ്ടാട്ടാ നീയാണ് കൊടുത്തതെന്ന്. നീ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ സ്വത്തുക്കളൊക്കെ കൈവിട്ട് പോവുകയും ചെയ്യും, മനസ്സിലാണ്ട. അതുകൊണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് കടിച്ചു പിടിച്ച് നിൽക്കുക അവിടെ. നിങ്ങൾ എന്താ പറയണത്? ഇനി ഞാൻ ഇവിടെ നിൽക്കാനാണ് നിങ്ങൾ പറയണത്? ഇപ്പൊ ഞാൻ സംശയത്തിന്റെ നിഴലിലായില്ലേ? വെറും സംശയം മാത്രം തന്നെയല്ലേ, അല്ലാണ്ട് അവർക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. നീ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കും വേണ്ട, മനസ്സിലാകണ്ട. അവിടെ നിൽക്ക്. ശരി. ഈ പെണ്ണാണെങ്കിൽ കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നെ
നിന്റെ അനിയത്തിക്ക് കോളേജ് ഉള്ളതല്ലേ, അവൾ പോയിക്കോട്ടെ. വെറുതെ ഇവിടെ നിന്നിട്ടേ അവളുടെ സമയം കളയാൻ നിൽക്കണ്ട. അവൾ പഠിക്കട്ടെ. പാവം നമുക്ക് വേണ്ടിയിട്ട് നിന്നിട്ട് അവൾക്ക് വെറുതെ ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കണ്ട. താത്താന്റെ സ്വഭാവം അറിയാലോ, എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കും. നാക്കിന് എല്ലില്ലാത്തതാണ്. അപ്പൊ നമ്മൾ വേണ്ട മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ. നീ ഒരു കാര്യം ചെയ്യ്, അനിയത്തിനെ കൊണ്ട് പോയിക്കോളാൻ പറ. ആ ഞാൻ പറയാം. റൂബി, നീ പോയിക്കോ, നിനക്ക് കോളേജ് ഉള്ളതല്ലേ, വെറുതെ ലീവ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കണ്ട. ഇവിടെ ഉമ്മാനെ നോക്കാൻ ഞാനും നാത്തൂനൊക്കെ ഉണ്ടല്ലോ. പിന്നെ പോരാതെ നമ്മുടെ ഉമ്മ അവിടെ വയ്യാണ്ട് കിടക്കുകയല്ലേ. നീ വെറുതെ ഇവിടെ ലീവ് എടുത്തിട്ട് നിന്നിട്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, മുമ്പത്തെ പോലെ വയ്യായിക്കൊന്നും ഇല്ലല്ലോ. ഞാനും നോക്കിക്കോളാം, നാത്തൂനും നോക്കിക്കോളാം ഇവിടുത്തെ ഉമ്മാനെ. പിന്നെന്താണ്, നീ വെറുതെ കോളേജ് കളഞ്ഞിട്ട് നിൽക്കണ്ട. എൻ്റെ അഭിപ്രായം അതാണ്. നീ പോയിക്കോ. പോണമെന്ന് തന്നെയാണ് താത്ത വിചാരിച്ചത്. എന്തായാലും ഞാൻ ഇപ്പൊ പോണില്ല. പിന്നെ നമ്മുടെ ഉമ്മാന്റെ കാര്യമല്ലേ, ഉമ്മാനെ നോക്കാനേ ഞാൻ മൂത്തുമാനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മാക്ക് ഇപ്പൊ എന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഇയർ അല്ലേ ആയുള്ളൂ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. താത്ത പഠിക്കണ്ട. അതെ, ആ തേങ്ങ വേഗം ചെരുവ്, കറി വെക്കാനുള്ളതാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ കൈ? ഞാൻ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ മകള് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കണെന്ന്. ആ ഇപ്പൊ ഇതെങ്ങനെ പോണു? ഒരു 2 ആഴ്ചയും കൂടി ഇടേണ്ടി വരും. വാ കേറ്. അല്ലാതെ ഇരിക്കാൻ നിൽക്കണമൊന്നുമില്ല, പോയിട്ട് കാര്യമുണ്ട്. ഞാൻ അന്ന് വന്നപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ, അപ്പൊ മുമ്പിൽ ഇരിക്കുന്ന കണ്ടപ്പോ ഒന്ന് വന്നതാണ്. അല്ല താത്ത, നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണ്. ആ നീ വന്നതും ബാക്കി കാര്യങ്ങളൊക്കെ എന്റെ മകള് പറഞ്ഞു. നോക്ക് സൈനബ, എന്റെ മകനെ മുമ്പ് കള്ളു കുടിച്ച് നടന്നു നോക്കെ ശരി തന്നെ. പക്ഷെ അവനെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. അവന്റെ കല്യാണം കഴിഞ്ഞത് അവൻ ഇപ്പൊ നല്ല രീതിക്ക് തന്നെ നടക്കണത്. മുമ്പത്തെ സ്വഭാവമൊന്നും ഇപ്പൊ ഇല്ല അവനിക്ക്. അതും പോരാണ്ട് അവന്റെ ഭാര്യന്റെ അനിയത്തിനെ സ്വന്തം അനിയത്തിനെ പോലെയാണ് കാണുന്നതും കൂടിയിട്ട്. നീ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണ്ട, മനസ്സിലാകണ്ട. എന്റെ മകളുടെ സ്വഭാവം എനിക്കറിയാലോ. ആ എനിക്കൊക്കെ അറിയാലോ നിങ്ങളുടെ മകളുടെ സ്വഭാവം. അവൾക്ക് ഇപ്പോഴും ആ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല അല്ലേ? എന്തായാലും ഞാൻ ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ലാട്ടോളൂ ഇല്ലാത്ത. ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടത് അവർ റൂം ഒരേ കൊട്ടല് വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വാതിൽ തുറന്നു കൊടുത്തു, അത്ര തന്നെ. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം കാര്യങ്ങൾ തലയിലുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ കാര്യം കൂടിയിട്ട്. ആ കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതാണ്. ആ വെറുതെ ഓരോ ചീത്തപ്പേരുണ്ടാക്കി കഴിഞ്ഞാൽ നാളെ മേലാൾക്ക് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ കല്യാണം കഴിച്ചു കൊണ്ടുപോവുക? അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത പറയാൻ നിൽക്കണ്ട. എൻ്റെ മകളുടെ സ്വഭാവം എനിക്കറിയാലോ. അവൻ്റെ മുമ്പത്തെ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതും അത് മുഖേനയാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. എനിക്കറിയാത്തതൊന്നുമില്ലല്ലോ. അതൊക്കെ പോട്ടെ, എനിക്കൊരു സംശയമുണ്ട്. നീ അന്ന് എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ്? എനിക്കറിയില്ലേട്ടാ താത്ത, ഞാൻ ഇങ്ങോട്ട് വന്നതൊന്നുമല്ല. ഞാൻ വഴി കൂടെ പോവുകയായിരുന്നു ആ ഫാറൂഖിന്റെ കടയിൽ പോയിട്ട്. അപ്പൊ നിങ്ങളുടെ മകൾ ആ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നത് കണ്ടു. എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് വെള്ളം തരാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്നെ കൊണ്ട് തന്നെയാണ് ആ ഡോറ് തുറക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ എനിക്ക് ഇവിടെ നിന്നിട്ട് കാലുറച്ചില്ലേ, ഞാൻ വേഗം അപ്പം തന്നെ പോവുകയും ചെയ്തു. ഞാൻ പക്ഷെ ആരുടെ പറഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോളി. നീ ആരുടെ പറയാണ്ടിരുന്നത് നന്നായി സൈനബ. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു ഭാവി ഉള്ളതല്ലേ? അല്ലെങ്കിൽ പാവങ്ങളാണ് അവർ. ജീവിക്കാൻ വഴിയില്ലാണ്ടാണ് ആ കുട്ടിൻ്റെ മൂത്തത് ഇവിടെ പണിക്ക് വന്നത്. എൻ്റെ മകൻ മുഴുവൻ കുടിയനായിട്ടും കൂടിയിട്ട് എൻ്റെ മകനെ കല്യാണം കഴിക്കാൻ അവർ തയ്യാറായതേ അവിടുത്തെ അത്രയും കഷ്ടപ്പാട് കൊണ്ടാണ്. അങ്ങനെയുള്ള കുടുംബമാണ്. ആ കുടുംബത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു ചീത്തപ്പേരും കൂടി അവർക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ പാവം അല്ലെങ്കിൽ വയ്യാണ്ട് കിടക്കണതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. താത്ത ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ആരുടെ അടുത്തും പറയില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നിങ്ങൾ ധൈര്യത്തിലിരുന്നോളി. എനിക്ക് മക്കളുള്ളത് തന്നെയല്ലേ, ഞാൻ അങ്ങനെ പോയി പറയുമോ? എനിക്കറിയാലോ.